പതിറ്റാണ്ടുകളായി മതജാതി വെറികളുടെ വിഴുപ്പുകൾക്ക് ഭരിക്കാനിടം കിട്ടാതിരുന്ന മലയാള സിനിമാ സംഘടനകളിലേക്ക് ഇപ്പോൾ അദൃശ്യ ചരടുകളുമായി നുഴഞ്ഞു കയറുന്ന ആ താരസംഘത്തിൻ്റെ കഥ നാം അറിഞ്ഞിരിക്കണ്ടേ? സാവധാനം ആസൂത്രിതമായി ഒരു സ്ഥാപനത്തിൻ്റെ അകത്തളത്തിലേക്ക് വർഗീയതയുടെ ചെളി അടിച്ചു കയറ്റുന്ന കുഴലുകളെ തിരിച്ചറിയണ്ടേ? നീതി ചോദിച്ച ഒരു സ്ത്രീയുടെ വിലാപത്തെ മറ്റു സ്ത്രീകൾ തന്നെ മുന്നിൽ നിന്ന് അട്ടിമറിക്കുന്ന ഒരു വ്യവസ്ഥയുടെ ഭയാനക മുഖംമൂടി നാം എടുത്തു മാറ്റണ്ടേ? അധികാരത്തിൻ്റെ കസേരയ്ക്ക് വേണ്ടി സ്ത്രീത്വത്തിൻ്റെ ഐക്യദാർഢ്യം പോലും വിറ്റഴിക്കപ്പെടുന്നു ഇന്ന് അവിടെ. ഇതാണ് അമ്മ എന്ന സംഘടനയുടെ യഥാർത്ഥ മുഖം. അഭിനേതാക്കളുടെ ക്ഷേമത്തിനായി പിറന്ന ഒരു സ്ഥാപനം സ്വന്തം അംഗങ്ങളെ തന്നെ ഇരകളാക്കുന്ന ഒരു അധികാര യന്ത്രമായി മുഖം കുത്തിയിരിക്കുന്നു. ഭരണസമിതി രാജിവെച്ചതുകൊണ്ട് മാത്രം തീരുന്ന ഒന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് വെളിച്ചത്തു വന്ന അഴുക്കിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. താരസംഘടനയുടെ അധികാര ഘടന എത്ര ആഴത്തിൽ ചീഞ്ഞളിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ യഥാർത്ഥ മുഖം ഇത് വ്യക്തമാക്കി തരുന്നു. സ്വാഗതം നിലപാടിലേക്ക്. ജൂൺ 21 ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ അമ്മയുടെ ഭരണസമിതി മുഴുവൻ രാജിവെച്ചു. കാരണമായി പറഞ്ഞത് കണക്കുകളിലെ ക്രമക്കേടും ഭരണപരമായ വീഴ്ചകളുമാണ്. ഖജാൻജിയെ കാണാതായെന്നും സെപ്റ്റംബർ 1 ശേഷമുള്ള കണക്കുകൾ മാത്രമേ ശരിയായുള്ളൂവെന്നും പ്രസിഡന്റ് ശ്വേതാ മേനോൻ തന്നെ സമ്മതിച്ചു. കലാകാരന്മാരുടെ ഒരു സംഘടനയ്ക്ക് അംഗങ്ങളുടെ ക്ഷേമത്തിനും അടിയന്തര സഹായത്തിനും വേണ്ടി പണം സ്വരൂപിക്കുന്ന ഒരു സ്ഥാപനത്തിന് സ്വന്തം കണക്ക് പറയാൻ കഴിയാതെ വരിക എന്നത് ചെറിയ കാര്യമല്ല. പുറത്തുനിന്ന് ആരുമല്ല, അകത്തു നിന്നുള്ള ചോദ്യങ്ങളെപ്പോലും അതിൻ്റെ നേതൃത്വം ഭയപ്പെടുക എന്നാൽ അത് കുഴപ്പങ്ങളുടെ കൂമ്പാരത്തിന് മുകളിലായിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. എല്ലാ അർത്ഥത്തിലും വിശ്വാസ്യതയുടെ അടിത്തറ തകർന്നാണ് ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചൊളിച്ചത്. എന്നാൽ അമ്മയിൽ ഇപ്പോൾ ഉയർന്നു പൊങ്ങിയ ഈ തീപ്പൊരി കണക്കിലെ പിഴവുകളെ ചൊല്ലിയുള്ളത് മാത്രമായിരുന്നോ? അല്ല, അതിനേക്കാൾ ഗുരുതരമായ ഭസ്മശേഷിയുള്ള തീക്കനൽ അതിനകത്ത് എരിയുന്നുണ്ട്. കണക്കിനെക്കുറിച്ചുള്ള ചോദ്യവും പറച്ചിലുകളുമൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് ജോയിൻറ്റ് സെക്രട്ടറി അൻസിബ ഹസൻ അമ്മയിൽ നിന്ന് രാജിവെച്ചത് എന്തിനായിരുന്നു? ഫെബ്രുവരിയിൽ അമ്മയുടെ ഒരു കുടുംബസംഗമത്തിൻ്റെ റിഹേഴ്സലിനിടെ സഹപ്രവർത്തകനായ ഒരു നടൻ അവരെ ജിഹാദി എന്നും മത തീവ്രവാദിയെന്നും വിളിച്ചുവെന്നാണ് പരാതി. മുസ്ലിം പേരുള്ള ഒരാളെ ഇല്ലാതാക്കാൻ എളുപ്പത്തിലടിക്കാവുന്ന തീ പൊള്ളുന്ന ചാപ്പ. ഒപ്പം അസഭ്യവും ലൈംഗിക ചുവയുമുള്ള പരാമർശങ്ങളും ഉണ്ടായെന്നും അൻസിബ അമ്മയുടെ നേതൃത്വത്തോട് പരാതിപ്പെടുന്നു. പക്ഷേ അമ്മയുടെ നേതൃത്വം ശ്വേതാ മേനോൻ അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, അൻസിബയെയും അവരെ പിന്തുണച്ചവരെയും നിശബ്ദരാക്കാനും പണിയെടുത്തു. സംഘടനയിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ ഇടമില്ലെന്ന് വിലപിക്കുന്ന ശ്വേതാ മേനോൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ട സന്ദർഭമായിരുന്നു അത്. പ്രസിഡന്റായി അധികാരമേറ്റ അന്നു തന്നെ അവരാ ഇരട്ടത്താപ്പ് തെളിയിച്ചതുമാണ്. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയെയോ അവർക്കൊപ്പം ഇറങ്ങിപ്പോയവരെയോ അമ്മയിലേക്ക് തിരികെ കൊണ്ടുവരാൻ താനൊന്നും ചെയ്യില്ലെന്ന് തുടക്കത്തിലേ പ്രഖ്യാപിച്ച നായികയാണ് അവർ. മറന്നു പോവരുത് അതൊന്നും. ആക്രമിക്കപ്പെടുന്ന നടിമാർക്ക്, പോരാടുന്ന പെണ്ണുങ്ങൾക്ക് ഒരു കാലത്തും ആശ്രയ കേന്ദ്രമല്ല ആ സംഘടന. അത് ഓർമ്മ നശിക്കാത്തവർക്കെല്ലാം അറിയാം. പോലീസിനെ സമീപിക്കുകയായിരുന്നു അൻസിബയ്ക്കും മുമ്പിലുള്ള വഴി. പോലീസ് ആദ്യം കേസെടുക്കാൻ വിസമ്മതിച്ചു. തമാശയായി പറഞ്ഞതാണ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞപ്പോൾ മാത്രമാണ് കേസെടുക്കാനായത്. ഒരു സ്ത്രീ തൻ്റെ മതത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടെന്ന് പരാതിപ്പെടുമ്പോൾ ആദ്യം അതിനെ തമാശയാക്കി ചുരുക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു അമ്മയും. അല്ലെങ്കിൽ അൻസിബമാരെ തീവ്രവാദികളും മതവാദികളുമാക്കി ചാപ്പയടിച്ച് അമ്മയെ പിളർത്തി മുക്കാൻ കരാറെടുത്തവരായിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. അൻസിബയ്ക്ക് എന്തേ പോലീസിലും കോടതിയിലുമൊക്കെ പോകേണ്ടി വന്നു, അതും ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു എന്ന ചോദ്യത്തിന് ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് ഉത്തരമില്ല. അപ്പോഴാണ് ശ്വേതാ മേനോനെതിരെ ഉയർന്ന രാഷ്ട്രീയ പക്ഷപാതിത്വ ആരോപണങ്ങൾക്ക് ശക്തി കൂടുന്നത്. ശ്വേതാ മേനോൻ അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 കോടി എത്തിക്കാൻ സ്വന്തം കപ്പാസിറ്റിയിൽ ധാരണയാക്കിയെന്ന് വെളിപ്പെടുത്തിയത് BJP നേതാവ് പത്മജ മേനോനാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടം സിനിമാ താരങ്ങൾ BJP മുന്നണിക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങിയത് കേരളം കണ്ടു. ഇതിന് പിന്നിൽ 2 കോടിയുടെയെങ്കിലും ഇടപാടുണ്ടെന്ന് മറ്റൊരു താരം ജനറൽ ബോഡിയിൽ നേരിട്ട് ആരോപിച്ചു. ശ്വേത മോദി ഭക്തയാണെന്ന് ആണയിട്ട് പറയുന്നു BJP സംസ്ഥാന നേതാവ് S. സുരേഷ്. ഇവയെല്ലാം പുറത്തു നിന്നുള്ള സംഗതികളാണ്. ഓരോന്നും ഒരുപക്ഷെ നിഷേധിക്കാൻ ശ്വേതയ്ക്ക് എളുപ്പവുമായിരിക്കും. പക്ഷെ ഒറ്റ ചോദ്യം അവരെ നിശബ്ദയാക്കും. ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമായ വർഗീയ ചാപ്പയടി യന്ത്രം സ്വന്തം സംഘടനയ്ക്കകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അതിന് സമ്മതവും ആശീർവാദവും കൊടുത്ത അവർക്ക് രാഷ്ട്രീയമില്ലേ? ഒരു തർക്കവുമില്ലാത്ത വിധം
അവരുടെ രാഷ്ട്രീയം പുറത്തു വന്ന് കഴിഞ്ഞതാണ്. അതിനി ആരുടെയും സാക്ഷ്യം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വശം. അഴിമതി ആരോപണവും ഭരണവീഴ്ചയും കണക്കുപിഴവുമെല്ലാം ഒരു സംഘടനയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഒരു സ്ത്രീയെ അവരുടെ മതത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ച സംഭവം ഈ പ്രതിസന്ധിയിൽ ഒരു ചെറിയ ഉപകഥയായി മാറ്റപ്പെടുകയും പകരം സാമ്പത്തിക രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം ചർച്ചയുടെ കേന്ദ്രമാവുകയും ചെയ്യുന്നുവെങ്കിൽ അത് ആകസ്മികമല്ല. ഒരു സ്ത്രീയുടെ അന്തസ്സിനെതിരായ ആക്രമണം കണക്കിലെ കള്ളക്കളികളേക്കാൾ ചെറുതായി കാണപ്പെടുന്ന ഒരു മുൻഗണനാക്രമം സമൂഹത്തിലും മാധ്യമങ്ങളിലും സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് നാം സ്വയം ചോദിക്കണം. നീതി തേടിയ സ്ത്രീകളുടെ ശബ്ദം അധികാര തർക്കത്തിൻ്റെ കോലാഹലത്തിൽ മുങ്ങിപ്പോകാൻ അനുവദിക്കുന്നത് അമ്മ എന്ന സ്ഥാപനത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ പൊതുബോധത്തിൻ്റെയും പരാജയമാണ്. അമ്മ എന്ന സംഘടന എന്നും പറഞ്ഞിട്ടുള്ളത് അത് അഭിനേതാക്കളുടെ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ്, ചാരിറ്റിക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ്. അതൊരു സൗകര്യപ്രദമായ ന്യായീകരണമായി മാറിയിട്ടുണ്ടോ എന്നതും ചോദിക്കപ്പെടണം. കാരണം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന കേസുകളിൽ പലപ്പോഴും അമ്മ ഇരകൾക്കൊപ്പം നിന്നിട്ടില്ല. നീതി കിട്ടാതെ ഈ സംഘടന വിട്ടിറങ്ങിപ്പോയ നടിമാരുടെ എണ്ണം ചെറുതാണോ? തൊഴിലവകാശം മാത്രം എന്ന വാദം സൗകര്യം വരുമ്പോൾ ചുരുങ്ങുകയും അസൗകര്യം വരുമ്പോൾ വികസിക്കുകയും ചെയ്യുന്ന ഒരു അതിർത്തി രേഖയാണെങ്കിൽ അത് സംഘടനയുടെ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ ശ്വേതാ മേനോനെ വ്യക്തിപരമായി പിന്തുണച്ചുവെന്ന് അവകാശപ്പെടുന്നു അവർ. അതിലെ വസ്തുത നമുക്കറിയില്ല. എന്നാൽ മോഹൻലാൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുകയും ശ്വേതയുടെ കമ്മിറ്റിക്ക് പകരം അഡ്ഹോ കമ്മിറ്റിയെ വെച്ച തീരുമാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. എന്നാൽ മമ്മൂട്ടി ഈ പ്രശ്നത്തിൽ ഇടപെടുകയോ അപകടകരമായ വളവുകളിലേക്ക് സംഘടനയെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്ക് പ്രതിരോധമുണ്ടാക്കാനോ തയ്യാറായിട്ടില്ല എന്നതാണ് നാം കാണുന്ന കാര്യം. അൻസിബ ഹസൻ ഉന്നയിച്ച ഗുരുതരമായ പരാതികളെക്കുറിച്ചോ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപങ്ങളെക്കുറിച്ചോ പരസ്യമായി ഒരു നിലപാടും രണ്ട് മെഗാ താരങ്ങളും സ്വീകരിച്ചതായി കാണുന്നില്ല എന്നതും ഓർക്കണം. തലമുറകളായി മലയാളികളുടെ മനസ്സിൽ നീതിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളായി വാഴ്ത്തപ്പെടുത്തുന്ന രണ്ടുപേർ. സ്വന്തം സംഘടനയ്ക്കുള്ളിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നത് വെറും നിഷ്പക്ഷതയല്ല, അതൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് സൗകര്യത്തിൻ്റെയും അധികാര സമവാക്യങ്ങളുടെയും പക്ഷത്താണ് നിൽക്കുന്നത്. ഇത്രയും വലിയ ഒരു പ്രതിസന്ധി, ഒരു മതാധിക്ഷേപ കേസ്, ഒരു സ്ത്രീയുടെ പോലീസ് പരാതി, കോടതി വ്യവഹാരം, മലയാള സിനിമ പോലെ കേരളീയ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു മേഖലയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ നമ്മുടെ പൊതുജീവിതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കേണ്ടതായിരുന്നു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളോ സർക്കാരോ ഇതിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വർഗീയ അധിക്ഷേപത്തെക്കുറിച്ചും വാചാലരാകുന്ന അതേ രാഷ്ട്രീയ നേതൃത്വം സിനിമാ മേഖലയിലെ ഈ വിഷയത്തിൽ സൗകര്യപൂർവ്വം മുഖം തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിനിമാ വ്യവസായത്തിൻ്റെ പണവും സ്വാധീനവും രാഷ്ട്രീയത്തിന് ആവശ്യമുള്ളപ്പോൾ അതിനുള്ളിലെ അനീതികളെ ചോദ്യം ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാതെ വരുന്നത് യാദൃച്ഛികമല്ല. രാജിവെച്ചിറങ്ങിപ്പോയ ശ്വേതാ മേനോൻ ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ തിരിച്ചു വന്നിരിക്കുന്നു. അതിനു മുൻപ് തന്നെ തിരിച്ചു വരാൻ അവർ നടത്തിയ ശ്രമങ്ങളും അത് സഫലമാകാത്തതിൻ്റെ പക തീർക്കാൻ സഹപ്രവർത്തകനുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടതും നാം കണ്ടു. അതിലുണ്ട് ശ്വേത എന്ന പ്രസിഡന്റ് എത്ര നിലവാരത്തിൽ സംഘടനയെ നയിച്ചു എന്നതിൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് അമ്മയിലെ ഈ തർക്കം പതിവിൽ കവിഞ്ഞ പ്രാധാന്യം അർഹിക്കുന്നത്? അത് മറ്റു പല സംസ്ഥാനങ്ങളിലും സിനിമയെയും അതിൽ പ്രവർത്തിക്കുന്നവരെയുമെല്ലാം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ചാപ്പയിൽ കെട്ടി തരിപ്പണമാക്കിയതുപോലെ മലയാളത്തിനും മരണമണി മുഴക്കാനുള്ള പദ്ധതി വെളിപ്പെടുന്നു എന്നത് കൊണ്ടുകൂടിയാണ്. അമ്മയ്ക്കുള്ളിൽ BJPയുമായി ബന്ധമുള്ള അംഗങ്ങളുടെ സാന്നിധ്യം ചെറുതല്ല എന്ന് BJPക്കാർ തന്നെ പരസ്യമായി അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ പ്രസ്താവന യാദൃച്ഛികമായി വരുന്നതല്ല, അതൊരു സന്ദേശമാണ്. സിനിമാ സംഘടനകൾ ഇനി വെറും തൊഴിലിടങ്ങളല്ല, രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പുതിയ യുദ്ധക്കളങ്ങളാണ് എന്ന സന്ദേശം. ഈ പശ്ചാത്തലത്തിലാണ് ജനപ്രതിനിധി കൂടിയായ ഒരു താരം കാവ്യവൽക്കരണത്തിൻ്റെ കാണാച്ചരടുകളുമായി പിന്നിൽ കളിക്കുന്നു എന്ന ആരോപണത്തിന് ഗൗരവമേറുന്നത്. ഇത് മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണോ? ബോളിവുഡിലും ടോളിവുഡിലും വർഷങ്ങളായി നാം കണ്ടതാണ്. താരങ്ങളെ ദേശീയതയുടെ മുഖങ്ങളാക്കി മാറ്റുന്നതും ചലച്ചിത്രവേദികളെ പതിയെ പതിയെ ഒരു പ്രത്യേക രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ അലങ്കാര പന്തലാക്കി മാറ്റുന്നതും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ രാജ്യദ്രോഹിയെന്നും എതിരാളിയെന്നും മുദ്രകുത്തുന്നതും. ആ തിരക്കഥ ഇന്നൊരു പുതിയ ഭൂമികയിൽ മലയാള സിനിമയിലും അരങ്ങേറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ യഥാർത്ഥ ഗൗരവം. കണക്കിലെ പിഴവും അധികാര തർക്കവും കടന്ന് ഒരു സ്ത്രീയുടെ മതത്തെ അധിക്ഷേപിക്കുന്ന ഒരു സംഭവം പോലും രാഷ്ട്രീയ വിഭജനത്തിൻ്റെ ആയുധമാക്കി മാറ്റുന്നത് നാം കണ്ടുകഴിഞ്ഞു. മലയാള സിനിമ എക്കാലവും അഭിമാനിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ മതേതര മുഖം, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ ശേഷി. ആ പാരമ്പര്യം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുന്ന ഒന്നല്ല. പക്ഷേ ചെറിയ വിള്ളലുകളിലൂടെയാണ് വലിയ കെട്ടിടങ്ങൾ പോലും തകരുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിള്ളൽ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നത് ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെയോ പ്രസിഡന്റിൻ്റെയോ മാത്രം ബാധ്യതയല്ല,
അമ്മയിലെ ഓരോ അംഗത്തിൻ്റെയും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകൻ്റെയും ഉത്തരവാദിത്തമാണ്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.